ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിന്റെ റിയാലിറ്റി മനസ്സിലാക്കാതെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളൊക്കെ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ MA ഹിസ്റ്ററി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഇതൊരു കരിയറിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുമോ എന്നാലോചിച്ചിട്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ MA ഹിസ്റ്ററി പോലത്തെ ഒരു സബ്ജക്റ്റിന്റെ ഹൈ ലെവൽ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും. ഇനി അത്തരം ഓപ്പർച്യൂണിറ്റീസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതായത് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലൊന്നായ JNU പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ബിക്കോസ് നിങ്ങൾ JNU പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പോഷർ ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്കും JNU അല്ലെങ്കിൽ ഡൽഹി, AMU, JMI പോലത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ എക്സ്പോഷറോടുകൂടെ പഠിച്ചിറങ്ങാം. പക്ഷേ കരിയറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചെറിയൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. കാരണം ഹിസ്റ്ററി പഠിച്ച ഒരാൾക്ക് ടീച്ചിങ് അല്ലെങ്കിൽ അക്കാഡമിഷ്യൻ എന്നുള്ളതിലുപരി മറ്റൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. ഇത് വെറും ഒരു മിസ്കൺസെപ്ഷൻ ആണ്. നിങ്ങൾ സിവിൽ സർവീസിന്റെ കാര്യം ആലോചിച്ചിട്ടില്ലേ? IAS, IPS പോലെയുള്ള ഗവൺമെന്റ് ജോബ്സ് കിട്ടാൻ ഹിസ്റ്ററിയുടെ റോള് ഒട്ടും ചെറുതല്ല. ആർക്കിവിസ്റ്റ്, NGO, പബ്ലിക് റിലേഷൻസ്, കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് മാനേജേഴ്സ്, ഡിപ്ലോമാറ്റ്സ്, ജേർണലിസ്റ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ്. സോ നിങ്ങളും ഇനി മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്ത് ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് വേണ്ടത് ബെസ്റ്റ് ഗൈഡൻസ് ആണ്. edXC ലേണിംഗ് പോലെ ഒരു എക്സ്പീരിയൻസ് കോച്ചിങ് പാർട്ണർ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് മറ്റൊരു ഓപ്ഷൻ? Then don't wait. Connect with edXC Learning now.